iOS 16.7 റിലീസ് ആയിരിക്കുകയാണ്. iOS 17 സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ iOS, iPadOS 17.5, watchOS 10.5, macOS 14.5, tvOS, HomePadOS 17.5 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 16.7.5 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണെങ്കിലും ഈ ഒരു അപ്ഡേറ്റിൽ കുറേ ബഗ് ഫിക്സസും സെക്യൂരിറ്റി പ്രോബ്ലംസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ഏതെല്ലാം ബഗ്ഗുകളാണ് ഈ ഒരു അപ്ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. iOS 17.5 വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റിയും ഫീച്ചേഴ്സിനെ പറ്റിയും നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 204.1 MBക്കാണ്. ഈ ഒരു അപ്ഡേറ്റ് സൈസ് നിങ്ങളുടെ കറണ്ട് സോഫ്റ്റ്വെയർ വേർഷനെയും അതേപോലെ തന്നെ ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ നോക്കിയാൽ 20H343. അപ്ഡേറ്റ് നോട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ഫിക്സസ് ആൻഡ് ഈസ് റെക്കമെൻഡഡ് ഫോർ ആൾ യൂസേഴ്സ്. ഈ അപ്ഡേറ്റ് നോട്ടിൽ കൊടുത്ത പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ കുറേ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് ഫിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് എബൌട്ട് ദ സെക്യൂരിറ്റി കണ്ടന്റ് ഓഫ് iOS 16.7.8 ആൻഡ് iPadOS 16.7.8. താഴേക്ക് പോകാൻ നേരം രണ്ട് പ്രോബ്ലംസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ രണ്ട് പ്രോബ്ലംസ് ആണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ കുറേ ബഗ്ഗുകളും ഈ ഒരു അപ്ഡേറ്റിൽ എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെയിൻലി ഈ ഒരു അപ്ഡേറ്റ് ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മെയിൻലി iOS 16 ഇനി പുതിയ ഫീച്ചേഴ്സൊന്നും ആപ്പിൾ പ്രൊവൈഡ് ചെയ്തില്ല. പകരം ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാനും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. ഈ ഒരു അപ്ഡേറ്റ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫോമൻസിനും ബാറ്ററി ലൈഫിലും വലിയ ചേഞ്ചസ് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഡിവൈസ് എപ്പോഴും സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 16.7.8 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒന്ന് ഡൗട്ട് ആണെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.